എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന, മനുഷ്യനെ നിയന്ത്രിക്കുന്ന, എല്ലാറ്റിൻ്റെയും അപ്പുറത്തേക്ക് കടക്കുന്ന ഒരു മന്ത്രശരീരമുണ്ട് നമ്മളെ സൂക്ഷ്മതലത്തിൽ. അത് മന്ത്രശരീരം ആദ്യം ആരായിട്ടാണ് സംവദിക്കുക എന്ന് പറയുന്നത്, മന്ത്രശരീരത്തിനുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആദ്യം അത് ചാടിപ്പിടിക്കുന്നത് അത് സൂക്ഷ്മ തലത്തിലുള്ള തലങ്ങളായിട്ടാണ്, നിങ്ങളെ സൂക്ഷ്മ ശരീരത്തിലെ ഭാഗങ്ങളായിട്ടാണ്. സൂക്ഷ്മ ശരീരവുമായിട്ടാണ് മന്ത്രശരീരം ഇടപഴകുക. അതിനുശേഷമേ അത് സ്ഥൂല ശരീരത്തിലേക്ക് പോവുള്ളൂ. സൂക്ഷ്മ ശരീരത്തിൽ അത് ലയിക്കും മന്ത്രശരീരം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇപ്പൊ ജപത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ട്, വൈഖരി ജപമുണ്ട്, ഉപാംശു ജപമുണ്ട്, മാനസ ജപമുണ്ട്. അതിൽ ഏറ്റവും വലിയ ജപം ഏതാണ്? മനസ്സിന്റെ ജപം, മാനസിക ജപമാണ് ഏറ്റവും വലിയ ജപം. എന്താ കാരണം? അത് സൂക്ഷ്മതലത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതാണ്, ഭൗതിക തലത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നതല്ല. നിങ്ങൾ ഉറക്കെ പറയുന്ന സമയത്ത് അത് ഭൗതിക തലത്തിലേക്കും പോകുന്നുണ്ട്, സ്ഥൂല ശരീരത്തിലേക്കും പോകുന്നുണ്ട്. മറ്റേത് മനസ്സിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അത് ആ മന്ത്രശരീരം നമ്മുടെ സൂക്ഷ്മ ശരീരവുമായിട്ട് ഇടകലർന്ന് നിങ്ങളുടെ ഒരു ശരീരത്തെ ഫോം ചെയ്യും. അത് ശക്തിപ്പെടുത്തും, തീർച്ചയായിട്ടും. കാരണം ശരീരത്തെ, എല്ലാ ശരീരത്തെയും, എല്ലാ പാർട്ടിനെയും, എല്ലാ ഓർഗനെയും അത് ശക്തിപ്പെടുത്തും. അതുകൊണ്ടാണ് മന്ത്രത്തിന് അത്രയും പവർ ഉണ്ടെന്ന് പറയുന്നത്. കാരണം യുഗയുഗാന്തരങ്ങളായിട്ട് ഋഷിവര്യന്മാർ ദർശിച്ചതാണ് എന്ത്? മന്ത്രം. എഴുതിയതാണോ മന്ത്രം? മന്ത്രം എന്ന് പറയുന്നത് എന്താ? മനനാത് ത്രായതേ ഇതി മന്ത്ര. അത് ദർശിച്ചതാണ്. മന്ത്രങ്ങൾ ദർശിക്കുകയാണ് ചെയ്യുന്നത്, എഴുതിയെടുക്കുകയല്ല ചെയ്യുന്നത്, അല്ലേ? അപ്പം അതിന് എന്തുണ്ട്? നമുക്ക് മന്ത്രത്തിനൊരു ദേവത ഉണ്ടാവും, ഛന്ദസ് ഉണ്ടാവും, ഋഷി ഉണ്ടാവും. ഋഷി എന്ന് പറയുന്ന ആരാ? ഋഷി എന്ന് പറയുന്നത്, മന്ത്രത്തിന്റെ ഋഷി എന്ന് പറയുന്നത് മന്ത്രം ദർശിച്ച ആളാണ്. ഛന്ദസ് എന്ന് പറയുന്നത് അത് ഏത് രീതിയിലാണ് അത് ചൊല്ലുന്നത്, അതിന് എത്ര അക്ഷരങ്ങളുണ്ട്. ഇപ്പൊ ഗായത്രി മന്ത്രത്തിന് 24 എന്ന് പറയും. അത് അതിന്റെ ഛന്ദസ്, അത് ഏത് രീതിയിലാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഋഷി, ഛന്ദസ്, ദേവത. അതിനൊരു ദേവതയുണ്ട്. അതിന്റെ ദേവത എന്താണ്? അങ്ങനെ ഏതൊരു മന്ത്രത്തിനും ഋഷി, ഛന്ദസ്, ദേവത. അതെ, ഋഷി എന്ന് പറയുന്നത് ഋഷിമാർ. അവിടുത്തെ ഏത് ഋഷിയാണോ, വിശ്വാമിത്ര, ആരാണോ ദർശിച്ചത് അതാണ് ഋഷിയുടെ പേര്. ഏത് ദേവതയാണ് വന്നിക്കുന്നത് അത് ദേവത. അത് ഏത് രീതിയിലാണ് ചൊല്ലേണ്ടത് അത് ഛന്ദസ്. ഇങ്ങനെ അതിനെ വളരെ കറക്റ്റായിട്ട് നമ്മൾക്ക് വേണ്ടിയിരുന്നുണ്ട്. അപ്പോൾ യുഗയുഗാന്തരങ്ങളായി ഋഷീശ്വരന്മാർ ദർശിച്ച ഒരു മന്ത്രത്തെ ഒരു ഗുരുവിലൂടെ ഒരു ശിഷ്യന് പകർന്നു കൊടുക്കുകയാണ്. അതിന് പവർ ഉണ്ടാവുമോ? അതിന് പവർ ഉണ്ടാവും. അത്രയും പവറാണ്. ശിവഭഗവാനിൽ നിന്ന് പൊട്ടാത്ത കണ്ണിയായി നമുക്ക് കിട്ടിയിട്ടുള്ള മന്ത്രമാണ് ഒരു ശിഷ്യന് നമ്മൾ ഉപദേശിച്ചു കൊടുക്കുക. അത് ശിവശക്തി ദീക്ഷയുമാണ്. ശിവശക്തിയേക്കാൾ പിന്നെ വലിയൊരു സംഭവമല്ല. ദീക്ഷയില്ലാതെ മോക്ഷമില്ലെന്ന് പറയുന്നത് കുലാർണവ തന്ത്രത്തിലുണ്ട്. കുലാർണവ തന്ത്രം എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? കുലാർണവ തന്ത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത കാര്യമാണ് കുലാർണവ തന്ത്രത്തിലുള്ളത്. ആ കുലാർണവ തന്ത്രത്തിൽ എന്തൊക്കെ പറയുന്നുണ്ട് ദീക്ഷ ലഭിക്കാൻ വേണ്ടി? എന്താണ് ദീക്ഷ? ദീക്ഷ ലഭിച്ചാലുള്ള ഗുണങ്ങൾ എന്താണ്? ആർക്കൊക്കെ ദീക്ഷ കൊടുക്കാമെന്ന് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ വിശദമായി പറഞ്ഞ് അതിൻ്റെ അതേ രീതിയിൽ ആണ് നമ്മൾ ശിവശക്തി ദീക്ഷ പകർത്തുന്നത്, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് കൃത്യമായി ജപിക്കുക, കൃത്യമായി നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്.